ഹണി റോസിന്റെ പരാതി നമുക്കറിയാം, അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി റോസിനെ വിമർശിച്ചും ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുമൊക്കെ ന്യൂസ് 18 അടക്കമുള്ള ചാനലുകളിൽ വന്ന് അഭിപ്രായം പറഞ്ഞ, അല്ലെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ച രാഹുൽ ഈശ്വറിനെതിരെയാണ് നിയമ നടപടിക്ക് ഇപ്പോൾ ഹണി ഒരുങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ കൂടുതൽ നീക്കങ്ങളിലേക്ക് പോവുകയാണ് പോലീസ്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുള്ളതായാണ് വിവരം. രാഹുൽ എന്തായാലും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹണി റോസിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരു തവണ മോശം അനുഭവം ഉണ്ടാവുക മാത്രമല്ല, അതിനുശേഷം ആ പോസ്റ്റിന് താഴെ ആദ്യമായി ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ നടത്തിയ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്ന കമന്റുകളിൽ ഹണി നിയമ നടപടിക്ക് ഒരുങ്ങിയിരുന്നു. അതായത് മടുത്തു, ഇനി ഞാൻ പ്രതികരിക്കുമെന്നത് തന്നെയായിരുന്നു ഹണി അന്ന് നൽകിയ മെസ്സേജ്. അതിനുശേഷമാണ് രാഹുൽ ഈശ്വർ നിരീക്ഷകനായി എത്തുകയും ഇത്തരത്തിൽ ഹണിയുടെ വസ്ത്രധാരണത്തെ വളരെ രൂക്ഷമായി വിമർശിക്കുകയുമൊക്കെ ചെയ്തത്. ഇത് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന് ഉത്തരവാദി ഹണി എന്നായിരുന്നു രാഹുലിന്റെ വാദം. അതിലും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹണിക്ക്. പോലീസ് എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനൊക്കെ സാധ്യതയുണ്ടോ? ഇതിന്റെ ഒരു പരാതിയുടെ ഒരു സ്വഭാവവും നിലവിൽ കേസ് മുന്നോട്ട് പോകുന്ന രീതിയും എല്ലാം അനുസരിച്ച് രാഹുൽ ഈശ്വറിനെ ഒരു പോലീസ് നടപടിക്ക് ഒരു സാധ്യതയുണ്ട്, വളരെ സജീവമായ സാധ്യതയുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിനുള്ളൊരു ശ്രമം അതെല്ലാം തന്നെ ആരംഭിച്ചത്. കാരണം ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ സ്ത്രീകൾക്കെതിരെ ഈ രീതിയിലുള്ള ഒരു അധിക്ഷേപത്തിൽ ഇപ്പോൾ ഹണി റോസിന്റെ ഒരു പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ നിലപാടുകൾ കർശനമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അവർ അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതി ലഭിച്ച ഉടൻ തന്നെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അവർ ഉടൻ അതൊരു ആക്ഷനിലേക്ക് പോവുകയും മുൻകൂർ ജാമ്യത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. അത്തരമൊരു ചടുലമാർന്ന നീക്കം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വരും അതേ വഴിക്ക് തന്നെ മുൻകൂർ ജാമ്യത്തിനുമെല്ലാം തന്നെ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. ഹണി റോസുമായി ബന്ധപ്പെട്ട ഉള്ള ചർച്ചകളിൽ എല്ലായിടത്തും തന്നെ എല്ലാ മാധ്യമങ്ങളിലടക്കം വരികയും ഈ രീതിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. അത് ഈ വസ്ത്രധാരണം അടക്കമുള്ള കാര്യങ്ങളിൽ പറയുകയും അതത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തത് ഗൗരവതരമായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം തന്നെ നൽകുന്നുണ്ട്. അത് എത്ര കണ്ട് ഒരു പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്നു, അല്ലെങ്കിൽ ഈ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അത് ആ ഒരു വിമർശനം, ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊള്ളാൻ കഴിയുമോ, ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമല്ലേ എന്നതെല്ലാം തന്നെ ഒരു പൊതുചിന്ത ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു വിശദീകരണം വന്നതിന് പിന്നാലെ തന്നെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഹണി റോസ് വളരെ കൃത്യമായിട്ട് തന്നെയും രാഹുൽ ഈശ്വറിനെതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ എന്നിട്ടും പിന്നെയും രാഹുൽ ഈശ്വർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് ഹണി റോസ് പിന്നെയും പരാതിയുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. എന്തായാലും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതിയിൽ കൂടുതൽ വിശദീകരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ഹണി റോസിൽ നിന്ന് കൂടുതൽ വിശദീകരണ രീതിയിലുള്ള മൊഴിയെല്ലാം തന്നെ രേഖപ്പെടുത്താനുള്ളൊരു സാധ്യതയുണ്ട്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയാണ് ഈ രാഹുൽ ഈശ്വറിനെതിരെ അതനുസരിച്ചുകൊണ്ട് ആ ഒരു മൊഴിയുടെയും പരാതിയുടെയും എല്ലാ സാങ്കത്യത്തിൽ നിന്നുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലീസ് വിളിപ്പിക്കാൻ നോട്ടീസ് അയക്കാനോ അല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്കോ നീങ്ങുവാനുള്ള എല്ലാ സാധ്യതയും തന്നെയുണ്ട്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ജാമ്യ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തുന്ന നീക്കങ്ങൾ വളരെ വേഗത്തിലുള്ളതായതുകൊണ്ട് തന്നെ അതേ വേഗതയിൽ തന്നെയുള്ള നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പായും ഡാനി, ഇത് ഇപ്പോൾ അഭിപ്രായം പറയുക എന്നത് തങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് കരുതുന്ന മനുഷ്യന്മാരുണ്ടാവും. പക്ഷേ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് അല്പം പ്രശ്നമാണെന്നൊരു മെസ്സേജ് എന്തായാലും സമൂഹത്തിൽ എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് വളരെ ശക്തമായ നടപടികളുമായി, അതിവേഗത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്.